ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷാൻഡി. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് വന്നിരിക്കുന്നു. എൻ്റെ ജീവിതപങ്കാളി ജെയിംസാണിത്. ഇളയ മകള് ചിസ. ഞങ്ങളുടെ രണ്ടാമത്തെ മകള്. ഈ ദിവ്യകാരുണ്യ ആരാധന ഞാൻ 2022 ജൂലൈ മുതലാണ് കൂടിത്തുടങ്ങിയ അത് മുഖാന്തരം എനിക്ക് പല ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പലതും ദിവ്യകാരുണ്യം സാധിച്ചു തന്നിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. അതിലൊരു സാക്ഷ്യം ഞാനിവിടെ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ മകള് ചിപ്പി എന്നാണ് പേര്. അവൾ 5 വർഷമായി ദുബായിൽ സെറ്റിൽഡാണ്. അവൾക്ക് ജോലി പലതിനും അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ജോലി കിട്ടുകയില്ല. അങ്ങനെ വളരെ വിഷമത്തിലായിരുന്നു ഞങ്ങൾ. അവിടെ ജീവിക്കണമെങ്കിൽ 2 പേർക്കും ജോലി വേണം. അപ്പോൾ അങ്ങനെയായി വിഷമിച്ചിരുന്നപ്പോഴാണ് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കഴിഞ്ഞ നവംബറിൽ അവൾക്കൊരു ഇൻ്റർവ്യൂവിൽ അവളെ വിളിച്ചു. അത് 3 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 3 അവൾ അറ്റൻഡ് ചെയ്തു. 3ാമത്തെ ഇൻ്റർവ്യൂവിൽ ആ മകള് അച്ഛനെ വിളിച്ച് പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടിയിട്ട് വെളുപ്പിന് വിളിച്ചു. അച്ഛൻ ബ്ലെസ്സിങ് കൊടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ജോലി മോൾക്ക് കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. അത് മുഖാന്തരം അവൾ വിശ്വസിച്ച് പോയി. പിന്നെ ഞാൻ ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഈ ജപമാല അച്ഛനോട് പ്ലസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അവൾക്കും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവൾ അത് പിടിച്ചാണ് ബലം, അതിലായിരുന്നു അവൾക്ക് മാതാവ് രക്ഷിക്കും എന്ന് ഉള്ള ആ വിശ്വാസത്തിൽ അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവൾക്ക് ആ ജോലി കിട്ടി. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാനാട്ടച്ചനും ടീമാംഗങ്ങൾക്കും ഒരുപാട് നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. നല്ല സന്തോഷത്തോടെ ഒന്ന് കൈകളടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ദിവ്യകാരുണ്യത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബം, അത് ജീവിതത്തിലെ ഏത് നിയോഗത്തോടെ ആകട്ടെ, ഏത് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോഴാകട്ടെ എന്നൊന്നുമില്ല, എപ്പോഴും എല്ലാ ദിവസവും മുടക്കം കൂടാതെ ആരാധനയെ സംബന്ധിക്കുന്ന ഒരു കുടുംബം. ഇത് മൂത്തമകൾ വിവാഹമൊക്കെ കഴിഞ്ഞ് വിദേശത്തെത്തി. ആ ജോലിക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ദൈവം എനിക്ക് തരും, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, ഈ ഉറച്ച ബോധ്യ വിശ്വാസത്തോടെ അങ്ങ് പ്രാർത്ഥിച്ചു. ഇന്നിതാ നല്ലൊരു ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചു. പരിശുദ്ധ മാതാവിനുള്ള പ്രാർത്ഥന, ജപമാല മുറുകെ പിടിച്ചുള്ള പ്രാർത്ഥനാ ജീവിതം, ഇതൊക്കെ ഇവരുടെ കുടുംബത്തിന് വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഇങ്ങനെ അനുഗ്രഹിച്ച ഈശോയ്ക്ക്, ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് ഈ കുടുംബത്തോട് ചേർന്ന് നമുക്കും കൈകൾ ഉയർത്തിയടിച്ച് സന്തോഷത്തോടെ നന്ദി പറയാം. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചെയ്ത നന്മകൾക്കൊരായിരം